يا رسول الله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും നിസ്കാരങ്ങളും ഒരുമിച്ച് കൂടലും ഒക്കെ അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ റഹ്മത്തും മഗ്ഫിറത്തും അഅ്തഖു മിനൻ നാറും ഒക്കെ നൽകി ഈ പരിശുദ്ധ റമളാനിൽ അവൻ അനുഗ്രഹിച്ച വിഭാഗങ്ങളിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആളുകൾ കുറയുന്നുണ്ട അല്ലേ? പരിചിത മുഖങ്ങളൊന്നും കാണുന്നില്ല. അത് ഇന്നലത്തെ പരിപാടിയാണ് കാരണമെങ്കിൽ ഇനി അങ്ങനത്തെ പരിപാടിയിൽ ആളുകൾ ഇരിക്കരുത്. ഇന്നലത്തെ പരിപാടിയാണ്, ചോറും പരിപാടിയാണ് ഇന്നത്തെ നിങ്ങളുടെ സുബഹി നഷ്ടപ്പെടുത്തിയതെങ്കിൽ ആ പരിപാടിക്ക് ഇരിക്കുന്നതിന്റെ വിധി എന്താ? പാടില്ലാത്തതാണ്, ഹറാമായിട്ട് വരും. അങ്ങനത്തെ ഒരാൾ മൗലൂദിനും ഇരിക്കണ്ട, ദിക്റിനും ഇരിക്കണ്ട. നേരെ വേഗം പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ, പിറ്റേ ദിവസം രാവിലെ നേരത്തെ എനിക്ക് സുബഹി നിസ്കരിക്കുക. നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന പരിപാടി ഏതാണെങ്കിലും തെറ്റന്നെയാണ്. അത് ഏത് വിഷയമാണെങ്കിലും ശരി, അത് ദിക്റാണെങ്കിലും ശരി, സ്വലാത്താണെങ്കിലും ശരി, മൗലൂദാണെങ്കിലും ശരി, ഏത് വയലാണെങ്കിലും ശരി, എല്ലാണെങ്കിലും നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ പാടില്ല. തനിച്ച തെറ്റാണ്. ഞാൻ ഇന്നലെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്നുള്ളത് ഞാൻ ഇദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഇവിടുന്ന് പോയി, എല്ലാവരും ഒന്ന് പോയി പിരിഞ്ഞ് ആ ദുആ കഴിഞ്ഞ മൈൻഡ് മാറിപ്പോയതാണ്. ദുആ കഴിഞ്ഞിട്ട് പറയണമെന്ന് വിചാരിച്ചതേ. കാരണം ഇതുവരെ ഇരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും സുബഹി നഷ്ടപ്പെടുത്തിയാൽ അതിന് ഞാൻ ഉത്തരവാദിയാവൂല. പക്ഷെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം ഇങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞ് ഞാൻ ആരെങ്കിലും സുബഹി നഷ്ടപ്പെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനത്തെ പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരിപാടി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അത്ര ദീർഘമുള്ള അത് ഞാൻ പറഞ്ഞതല്ല. നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയിൽ നമ്മൾ ഷുഹലാകാൻ പാടില്ല. നമ്മളൊരു ജോലി അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ യാത്രയൊക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, യാത്രയുടെ ഷെഡ്യൂൾ ചെയ്യുമ്പോഴൊക്കെ അവിടെയൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ നമ്മൾ യാത്രയെ ഷെഡ്യൂൾ ചെയ്യണം. ഞങ്ങാനും നിസ്കാരത്തിന് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഒരു ഇളവ് കൊടുക്കുമായിരുന്നെങ്കിൽ ആർക്ക് കൊടുക്കണമായിരുന്നു? എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ ഞാൻ നിസ്കാരം ഇതിൻ്റെ പേരിൽ ഒന്ന് ഒഴിവായിക്കോന്ന് പറയണമെങ്കിൽ ആർക്ക് കൊടുക്കണമായിരുന്നു? ആർക്ക്? അല്ലല്ല, ആർക്കും അല്ല. യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് കൊടുക്കണമായിരുന്നു. യുദ്ധത്തിൽ പറയുന്നു, മനസ്സിലാക്കുന്നില്ല നിങ്ങൾ. അങ്ങനെ ആർക്കെങ്കിലും ഒരു അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ അത് ആർക്ക് കൊടുക്കുമായിരുന്നുള്ളൂ? യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് കൊടുക്കണമായിരുന്നു. പക്ഷെ കൊടുത്തിട്ടുണ്ടോ? അവർക്കൊരു ഇളവേ കൊടുത്തിട്ടുള്ളൂ. എന്താ? യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ അവർക്കൊരു ചെറിയ യുദ്ധമല്ലേ എന്ന് നൽകുക ഒരു ചെറിയ അഫവ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇളവ്? അല്ല, കിബിലക്ക് മുന്നിടണ്ടാന്ന്. കിബിലക്ക് മുന്നിടണ്ടാന്ന്. കാരണം ശത്രുക്കളെ പായുന്ന ഏത് ഭാഗത്തു നിന്ന് ശത്രുക്കൾ വരാലോ, അതിനനുസരിച്ച് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ. പക്ഷെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. കിബിലക്ക് മുന്നിടണ്ട. യുദ്ധം പേടി കഠിനമായവന്റെ നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ ഷർത്തില്ല. നമ്മളൊക്കെ കിബിലക്ക് മുന്നിടാതെ ഒരല്പം തെറ്റിയാൽ പോലും നമ്മുടെ നിസ്കാരം സഹിയാവൂല, ഷർത്താൻ. അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നൊരു കാരണം കൊണ്ട് ഇസ്ലാം അവർക്ക് നൽകുന്ന, അള്ളാഹ് അവർക്ക് നൽകുന്ന ഒരു ചെറിയ ഇളവെന്താണ്? ചെറുതല്ല, വലിയ ഇളവെന്താ? എന്താണ്? കിബിലക്ക് മുന്നിടാതെ ബാക്കിയൊക്കെ ചെയ്യണം. യുദ്ധം കഠിനമായാൽ അവിടെ വെച്ച് നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിച്ചോളണമെന്ന്. അല്ല, ഒരു അഫു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി, റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന അവർക്കൊരു ഇളവ് കൊടുക്കണ്ടേ? കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഒരു ഇളവുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് രാവുകളൊക്കെ ഉണ്ടല്ലേ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അതൊക്കെ ഹയാത്താക്കലാണ്, അതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇന്നലെ നടത്തിയതും വളരെ അത്യാവശ്യമായതാണ്. പക്ഷെ അതിനെക്കാട്ടിലും വലിയ അത്യാവശ്യവും നിർബന്ധ ബാധ്യതയുമാണ് എന്ത്? നിസ്കാരം. അപ്പൊ അതിനെ നഷ്ടപ്പെടുത്തുന്ന ഏത് പരിപാടിയാണെങ്കിലും
അത് ഇസ്ലാം അനുവദിക്കുന്നതേ ഇല്ല. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് ഒരു ധാരണ, ബാക്കിയൊക്കെ ചെയ്താൽ മതി, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒക്കെ കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ട്. വെറുതെ കേട്ടോ. ഏതെല്ലാം ജീവിതത്തിൽ അമലുകൾ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അതെല്ലാം നിങ്ങളുടെ നിസ്കാരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഞങ്ങളൊരു ധാരണയ്ക്ക് തിരുത്തിക്കോളൂ. കുറേ ആളുകളുണ്ട് എന്തില്ല, നിസ്കരിക്കൊന്നുമില്ല, മക്ബറാന്തരം ഇങ്ങനെ നടക്കും, എന്നിട്ട് എന്തോ കൊട്ടക്കണക്കിന് കിട്ടുന്ന വിചാരം, അല്ലെങ്കിൽ കുറേ ദിക്ർ ഇങ്ങനെ ചെല്ലി നടക്കും, എന്തോ ആനത്തല കിട്ടുന്നതാണ്. ഒരു തലയും കിട്ടൂല. നിസ്കാരം നഷ്ടപ്പെടുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആർക്ക് കിട്ടണമായിരുന്നു? മുത്തുനബിക്ക് കിട്ടണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും നിസ്കാരം നഷ്ടപ്പെടുത്തിയതോ ഒഴിവാക്കിയതോ കണ്ടുപോകണം? ചരിത്രത്തിലുണ്ടോ? ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം ഖളാ ആയി പോയതിന്റെ വിഷയമുണ്ടോ? ഖളാ ആയി പോയ വിഷയങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഹബീബായ തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉഹദിൽ വെച്ചിട്ട്. നമ്മൾ ഇന്നലെ ബദർ അനുസ്മരിച്ചു. ആ ബദറിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ ചരിത്ര വിജയം, അതിന് പ്രതികാരം തീർക്കാമെന്നോണം വീണ്ടും അവരൊന്നുകൂടി സജ്ജരായി 3000-ഓളം ആളുകളെ സംഘടിപ്പിച്ചു, പ്രാക്ടീസ് ചെയ്ത് സജ്ജരായിട്ട് മുസ്ലിമീങ്ങളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി വന്നതായിരുന്നു ഏത്? ഉഹദ്. ആ ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പെർഫോമൻസ് അല്ല ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു അനുസരണക്കേട് എന്ന് പറയാൻ പറ്റൂല, എന്നാൽ അതുപോലെയുള്ള ഒരു സംഗതി ഹബീബായ തങ്ങളെ ഫോളോ ചെയ്തില്ല. അതുകൊണ്ടാണ് മുത്തുനബികളൊക്കെ പറഞ്ഞാൽ അതേപോലെ സ്വീകരിക്കണം, സ്വീകരിച്ചിട്ടില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മളെ ബോധ്യപ്പെടുത്താനായിരിക്കും ഉഹദ് അങ്ങനെ സംഭവിച്ചത്. ജബൽ ഉറുമാത്ത് എന്ന് പറയുന്ന ഉഹദ് പർവ്വതത്തിന്റെ തൊട്ടടുത്ത് പോയ ആളുകൾക്കറിയാം, ഒരു ചെറിയൊരു പർവ്വതമുണ്ട് ജബൽ ഉറുമാത്ത്. അതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്തു? ഒരു 6ഓളം പേരെ സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെ കയറ്റി നിർത്തി. എന്തിനു വേണ്ടി? CCTV ആണ്, ചുറ്റുഭാഗവും ഒബ്സർവ് ചെയ്യണം. കാരണം ഉഹദ് മല, അതിന്റെ ചുറ്റുഭാഗത്തും ചെറിയ മലയാണ്. അപ്പൊ മലയുടെ പിൻഭാഗത്തിലൂടെ ശത്രുക്കൾ വന്ന് ആക്രമിക്കും, അത് നമുക്ക് കാണത്തില്ല, ചതിയിലൂടെ ഇതാകും. അപ്പൊ അങ്ങനെ ഒരു ചതിപ്രയോഗം വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ജബൽ ഉറുമാത്ത് എന്ന് പറയുന്ന കുറച്ച് ഉയരമുള്ള ചെറിയൊരു, ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ട്, നമുക്കവിടെ പോയി കഴിഞ്ഞാൽ അതിന് മുകളിലൊക്കെ ആളുകൾ കയറാറുണ്ട്. അപ്പൊ അവിടെ കയറിയിട്ട് 6 പേരെ നിർത്തിയിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്നോളൂ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം ഘട്ട യുദ്ധം കഴിഞ്ഞു. ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞോടി. ഓടിക്കഴിഞ്ഞ സമയത്തിൽ സ്വാഭാവികമായിട്ടും യുദ്ധമുതലുണ്ടാവും. ഗനീമത്ത് മുതൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, യുദ്ധമുതൽ. അപ്പൊ ആ മുതൽ സ്വരൂപിക്കുകയാണ്. ആ യുദ്ധം കഴിഞ്ഞ് 1-ാം ഘട്ട യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധം മുതൽ സ്വരൂപിക്കുന്ന സമയത്തിൽ മേലെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു സംശയം, അല്ല നമ്മളവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണ്ടേ, നമ്മളവിടെ പോയിട്ട് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ നമുക്ക് ഓഹരി വെക്കുമ്പോൾ നമ്മളെ മറന്നു പോവുമോ, നമുക്ക് കിട്ടാം, അപ്പൊ നമ്മളും അതിലൊന്ന് പോയിട്ട് പങ്കാളികളാകാലോ എന്നുള്ളൊരിത്. അപ്പൊ ചില ആളൊന്നും ഇല്ല, നിബിധങ്ങൾ നമ്മളിവിടെ നിർത്തിയതല്ല, അത് കുഴപ്പമില്ല, കഴിഞ്ഞല്ലോ, എല്ലാവരും പോയല്ലോ എന്നുള്ള നിലക്ക് ആ നിർത്തിയത് നിബിധങ്ങളുടെ സമ്മതമില്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പിന്തിരിഞ്ഞോടിയ ശത്രുക്കൾ വീണ്ടും ആ ജബൽ ഉറുമാത്തിന്റെ മേലിലൂടെ വന്ന് മുസ്ലിമീങ്ങൾ ആക്രമിച്ചു. ആ ക്രമത്തിലെ ഹബീബായ തങ്ങളുടെ മുൻപെല്ല് പൊട്ടിയത്, ഹബീബായ തങ്ങളുടെ തലയിൽ നിന്ന് രക്തമൊലിച്ചത്, ഹംസത്തുൽ ഖറാർ പടഞ്ഞു വീണത്. നമ്മള് അംർ ബിൻ ജമൂഹ റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞില്ല, വെള്ളിയാഴ്ച മഹാനവറുകൾ ഷഹീദായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് കിടക്കുന്നു. അപ്പൊ അതുപോലെയുള്ള ആ ഒരു സംഗതി ഉണ്ടായി. ആ ഒരു വീണ്ടും 2-ാം ട്രിപ്പും കൂടി വന്നപ്പോഴേക്ക് വൈകുന്നേരമായി. അസർ ഖളാ ആകാനായി. അപ്പൊ നബിതങ്ങൾക്ക് ഹംസ റളിയല്ലാഹു അൻഹു വീണതോ അല്ലെങ്കിൽ തല പൊട്ടിയതോ മുൻപല്ല് പൊട്ടിയതോ ഒന്നും ആയിരുന്നില്ല പ്രശ്നം. പിന്നെ എന്തായിരുന്നു പ്രശ്നം? അസർ പോയതാണ്. അവിടുന്ന് ആ നബിതങ്ങൾ ദുആ ചെയ്തു, റബ്ബേ എൻ്റെ അസർ നിസ്കാരം ഖളാക്കിയത് ഈ ശത്രുക്കളാ, ഞാനല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതുമല്ല, അതിനൊരു കാരണക്കാരികൾ, അതുകൊണ്ട് അവരുടെ ഖബർ നീ തീയാൽ നിറക്കണം എന്ന് ഹബീബായ തങ്ങളൊരു ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഈ നിസ്കാരം ഖളാക്കിയതിന്റെ പേരിൽ, ഖളാക്കാൻ കാരണക്കാരായതിന്റെ പേരിൽ. ബാക്കി എത്ര പ്രയാസങ്ങൾ നബിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ത്വായിഫിന്റെ തെരുവീതിയിൽ വെച്ചുകൊണ്ട് ആളുകൾ കല്ലെടുത്തെറിഞ്ഞ് ശരീരത്തിലും എല്ലാ ഭാഗങ്ങളിലൂടെ രക്തം ഒലിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അതിനുള്ളൊരു പ്രതികാരം നബിതങ്ങൾ പറഞ്ഞ എന്താ? വേണ്ട അല്ലേ? ജബലു ഇതില് 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധിച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. 3 വർഷത്തോളം നബി കഅബയുടെ മേലെ തൂക്കിയിട്ടു.
ഇനി എന്ത് ചെയ്യരുത്? നബി തങ്ങളുടെ പേര് എഴുതിയിട്ട് തൂക്കിയിട്ടു. ഇവരുമായിട്ട് ആരും സമ്പർക്കം പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല, ഭക്ഷണങ്ങൾ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഹബീബായ തങ്ങൾ ഉപരോധിച്ചു ശത്രുക്കൾ. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത കൂലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വർഷക്കാലം, 1-2 ദിവസമൊന്നുമല്ല, 3 വർഷക്കാലം ഹബീബായ തങ്ങൾ അവിടെ ജീവിച്ച ചരിത്രം പറയുന്നുണ്ട്. പച്ചിലകൾ തിന്നിട്ടാ മുത്തുനബി തങ്ങൾ ജീവിച്ചത്. തൊണ്ടങ്ങനെ വരളുന്ന സമയത്തിൽ ഇലകൾ കൂട്ടി അരക്കും പോലും അതിന്റെ നീര് തൊണ്ടയിലേക്ക് ഒറ്റിച്ചിട്ടാ ജീവിച്ചു. നബി തങ്ങൾ ആർക്കെതിരെയും പറഞ്ഞില്ലല്ലോ, ദുആ ചെയ്തില്ലല്ലോ, ചരിത്രങ്ങൾ കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് സംഗതികൾ. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നബി തങ്ങളുടെ താങ്ങും തണലുമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് സത്യത്തിൽ പറഞ്ഞ ഇസ്ലാമിനെ ഹയാത്ത് വെച്ചത്. അതുവരെ രഹസ്യ പ്രബോധനവുമായി നടന്നതാ. ഹംസ റളിയല്ലാഹു അൻഹു വന്നപ്പോഴാണ് നബി തങ്ങൾക്കൊരു ഖുവ്വത്ത് കിട്ടിയത്. ആ ഖുവ്വത്തിന്റെ പൂർണ്ണതയിൽ എത്തിയത് ഉമർ റളിയല്ലാഹു അൻഹു കൂടി വന്നപ്പോഴാണ്. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹു അതിന് എളാപ്പയാണ്, കൊച്ചുപ്പ. ഇവിടെ എന്താ പറയുക, പടനിയൻ, ആ കൊച്ചാപ്പ, പൃഥ്വിനാണ്. മറ്റേ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ്, സഹായിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും വാതിൽ നിന്ന് തടഞ്ഞ ആളാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്ത് നിന്നിട്ട് നബി തങ്ങളെ കാണാൻ വേണ്ടി വരുന്നത് സംഗതി അബൂജഹലിന്റെ ഓഫർ സ്വീകരിച്ച് വന്നതാണ്. നബി തങ്ങളുടെ തന്നെടുത്ത 100 ഒട്ടകം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഓഫർ, ആ ഓഫർ സ്വീകരിച്ച് വരുന്നതാണ്. അതിന്റെ ഇടയിലാണ് ഖുർആൻ ഹിദായത്ത് നൽകുന്നത്. അപ്പോഴൊക്കെ അങ്ങനെ നിന്ന് അവിടെ പടഞ്ഞു വീടപ്പോ പോലും അങ്ങനെ ഒരു പ്രാർത്ഥന നബി തങ്ങൾ നടത്തിയിട്ടില്ല. നടത്തിയതായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് പറയാം, കാരണം ഞാനും കൂടി അതിൽ ഭാഗവാക്കാകാൻ കഴിയൂല. അതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയിലേക്കും ദയവ് ചെയ്ത് ആരും പങ്കെടുക്കേണ്ടതില്ല. അതെന്റെ പറയേണ്ട ബാധ്യതയാണ്. ഇനി നിങ്ങൾ നഷ്ടപ്പെടുത്തിയാലും ഞാനതിന് ഉത്തരവാദിയാകൂല. വൈകുന്നേരം എന്താ പറയുക, നമ്മുടെ ഒക്കെ ഒരു സ്വന്തമുണ്ട്, വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ഓടട്ടുള്ളത്, ആ ഒരു സ്വഭാവം ചെയ്തു. ഇന്നലെ നടത്തിയതൊക്കെ ബാത്തിലായില്ല. എങ്ങനെ ദുആ സ്വീകരിക്കാം? എവിടെ പോയിട്ടും ഏത് മഹാന്മാരുടെ അടുക്കൽ പോയിട്ടും എന്താ കാര്യമുണ്ട്? ഒരു കാര്യമില്ല. കാരണം നിസ്കാരം അത്രയും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയം. അതിന്റെ ഗൗരവം ഇനിയും നമുക്ക് മനസ്സിലാവണില്ലല്ലോ. അത് നമ്മൾ തന്നെ ചെയ്തു തീർക്കണേ. ഇപ്പൊ ഞാൻ മരിച്ചു എന്ന് കൂട്ടുക, എനിക്ക് കുറെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സങ്കല്പിക്കുക, കുറെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മരിച്ച എന്താ ചെയ്യേണ്ടത്? എൻ്റെ സമ്പത്തിൽ നിന്ന് എത്ര നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനുള്ള പൈസ മാറ്റി മുദ്ദാക്കി അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. ഒരു പരിധിവരെ നോമ്പിന്റെ ബാധ്യത നിന്ന് തീർന്നു കിട്ടും. സകാത്ത് കടായിട്ടുണ്ട്, സകാത്ത് ഞാൻ കടായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. എൻ്റെ സമ്പത്ത് ആ കൊടുക്കാനുള്ള സകാത്ത് കൊടുത്തതിന് ശേഷം ഓഹരി വെക്കാൻ പറ്റും. നിർബന്ധമുള്ള ഹജ്ജ് ഉണ്ട്, എനിക്ക് നിർബന്ധമുള്ള ഉംറ നിർവഹിക്കാനുണ്ട്. എൻ്റെ സമ്പത്തിൽ നിന്ന് ഒരാളെ ആ ഹജ്ജ് വീണ്ടും ചെയ്യിപ്പിക്കാം. ഒരാളെ കൊണ്ട് പൈസ കൊടുത്ത് ഇന്ന ആൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം. കാരണം എൻ്റെ നിർബന്ധ ഹജ്ജ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ പകരം ആ ഹജ്ജ് പൈസ കൊടുത്ത് എൻ്റെ സമ്പത്ത് കൊടുത്ത് ഒരാളെ വിടണം. എന്നാൽ ആ ബാധ്യത എന്നിൽ നിന്നതാകും. അങ്ങനെ ഏത് ഇബാദത്തും അങ്ങനെയാണ്. നിസ്കാരത്തിന് എന്താ പ്രതിവിധി? നിസ്കാരത്തിന് എന്താ? ഒരു രക്ഷയില്ല. അതവിടെ അങ്ങനെ കിടക്കും. അവിടെ എന്തൊക്കെ നിങ്ങൾ ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, ഖത്ം എത്ര അവർ പൊതി കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ആദ്യം ഹിസാബ് നടക്കുന്ന അമലേതാ? നിസ്കാരമാണ്. മഹ്ശറയിൽ പോയി ആദ്യത്തെ ഹിസാബ് നേരിടുന്നത് ഏത് വിഷയത്തിലാ? അതിലേ പോയാൽ പിന്നെ അടുത്ത് നോക്കണോ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. കാരണം ഞാൻ ഉത്തരവാദിയാവില്ല. ഞാൻ പറയില്ല, എൻ്റെ അടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയത്. എന്നാലും അത് കഴിഞ്ഞപ്പോൾ മൈൻഡ് ഒന്നും മാറിപ്പോയതാണ്. അല്ലെങ്കിൽ അവിടുന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഇതിന്റെ പേരിൽ ഒരാളും സുഖം നഷ്ടപ്പെടുത്തരുത്. കാരണം നല്ലോണം ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് പിന്നെ അത്താഴത്തിന് അടിക്കണ്ടല്ലോ, ഒരൊറ്റ അങ്ങോട്ട് കിടന്നിട്ടുണ്ടാവും. ആ ചെയ്തത് മൊത്തം ബാത്തിലാക്കി കളഞ്ഞു. അതിൽ നമ്മൾ ഉത്തരവാദിയാകുകയല്ല. ഇനിയും ഇതുമായിട്ടുള്ള ബന്ധപ്പെടുന്ന അതിനൊരു മതപഠനമായിക്കോട്ടെ, ഇനി ഒരു അളവുണ്ടെങ്കിൽ അത് എഴുമ പഠിക്കാനാണ്. അവിടെ പോലും ഈ ഒരു അളവില്ല. നിസ്കാരം നഷ്ടപ്പെടുത്താനൊരു വകുപ്പില്ല. അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉറക്കൊഴിച്ചാൽ പിറ്റേ ദിവസത്തെ സുബിഹി പോകും, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കിട്ടില്ല,
നിങ്ങളുടെ ശാരീരിക അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ പങ്കെടുക്കേണ്ടതില്ല. കാരണം നിങ്ങൾ അങ്ങനെയൊക്കെ പങ്കെടുത്താൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അതുവരെ പങ്കെടുത്തതൊക്കെയും തെറ്റായി മാറി, ബാത്തിലായി മാറി. ഒരു അണു അളവ് പോലും നന്മ നിങ്ങൾക്കത് പ്രതീക്ഷിക്കേണ്ട. നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് റബ്ബിനോടുള്ള ബാധ്യതയാണ്, കടമയാണ്. അത് മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. അതിന് ബാക്കി ഒന്നും കൂടി ഉണ്ട്. ഇതിൽ പങ്കെടുക്കാത്ത മഹാന്മാരുണ്ട്, അവരോടും കൂടി ഒന്ന് പറയണം. കാരണം പറയേണ്ട ബാധ്യതയാണ് നമുക്ക്. ഇതിങ്ങനെ കുറേ ധാരണകളുണ്ട്. കുറേ ആളുകളുണ്ട് നിസ്കരിക്കുകയേ ഇല്ല, ഈ ഭയങ്കര ഔലിയാണ്, ദിക്റുകൾ ചൊല്ലി മഹ്ബറുകൾ പോയി, അല്ലെങ്കിൽ അതൊക്കെ വേണം, ആവശ്യമുള്ളത്. ഇതൊക്കെ ഫലം കിട്ടണം എപ്പോഴാണ്? നിസ്കാരം ക്ലിയർ. ഒരു മുഅ്മിനാണെങ്കിൽ പരിഗണിക്കണം എന്താ? അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിർ. ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? മുത്തനബി തങ്ങൾ നമ്മളോട് പറയാൻ, അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിർ. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? നിസ്കാരാണ്. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനാണ്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വ്യക്തമായിട്ടുള്ള ഹദീസാണ്, ഹബീബായ തങ്ങളുടെ ഹദീസാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത. നമ്മൾ ഖുർആനിൽ ഫസ്റ്റ് പറഞ്ഞില്ലേ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമ്മൾ ഓതലില്ലേ? എന്താണ് അതിന്റെ മീനിങ്? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ. ഗൈബ് നമ്മളിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങൾ, ഖബർ നമ്മളിൽ നിന്ന് മറഞ്ഞതാണ്, മഹ്ശറ മറഞ്ഞതാണ്, ഹിസാബ് മറഞ്ഞതാണ്, സ്വർഗനരകം മറഞ്ഞതാണ്, അള്ളാഹ് മറഞ്ഞതാണ്. ഇതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് എന്ന് കൽബിൽ പറയല്ല. ആ പ്രവർത്തനങ്ങൾ, ഖബർ നമ്മളിൽ നിന്ന് മറഞ്ഞതാ, പക്ഷെ അതിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഞാൻ അതിലേക്ക് വരികയാണ്. അതിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ വിശ്വാസമല്ല എന്നാണ്. നമ്മളൊക്കെ പറയാറില്ലേ? ഉദാഹരണം പറയും, ഞാനിപ്പോൾ ആ പ്ലഗ് എന്നോട് നിങ്ങൾ ചോദിച്ചു അതിൽ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും നിങ്ങൾ അതിൽ പോയിട്ട് കൈകൊത്തി ഷോക്ക് അടിച്ചു. അപ്പൊ ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താ? ഞാൻ പറഞ്ഞു വിശ്വാസമായില്ലേ? വിശ്വസിക്കുക കൽബിൽ കൊണ്ടുവരില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കലാണ്. അപ്പൊ ഖബർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ്. ആഖിറ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ്. ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക പറഞ്ഞാൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ. എന്താ പറഞ്ഞാൽ ആദ്യം ഈമാൻ ഒന്ന് ക്ലിയർ ആക്കണം എന്നാണ് പറഞ്ഞതിന്റെ പച്ച മലയാളം. രണ്ടാമത്തത് ഈമാൻ ക്ലിയർ ആക്കിയ നെക്സ്റ്റ് നിസ്കാരം നിലനിർത്തണം. ഇപ്പൊ മിമ്മാ റസഖ്നാഹും സകാത്ത പറയുന്നവർ, ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, അവരാണ് മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ. അല്ലാത്തവരെ അല്ലാന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ അല്ലാത്ത മറ്റു 3 മദ്ഹബുകളിൽ നിസ്കരിക്കാത്തവർ കാഫിറാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇമാം ഷാഫി തങ്ങൾ മാത്രം പെട്ടെന്ന് അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞ ഷാഫി ഇമാം പെട്ടെന്ന് നിസ്കരിക്കാത്തവരെ കാഫിറാക്കിയിട്ടില്ലാതെ ഉള്ളൂ. ബാക്കി 3 മദ്ഹബിലും നിസ്കരിക്കാത്തവൻ കാഫിറാണെന്നാണ് അത്രയും ഗൗരവമായിട്ട് പറയുന്നുണ്ട്. ഇതിന് വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യമുള്ളൂ? അതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയിലും ദയവ് ചെയ്ത് അങ്ങനെ ഉണ്ട്. വേറെ മറ്റുള്ള വിഷയങ്ങളിലല്ല, ഇതൊക്കെ ദിക്റു സലാത്ത് ആയതുകൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടും, അള്ളാഹ് ഇളവ് നൽകുന്ന ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ തിരുത്തിക്കോളൂ. പിന്നെ അതിന് ഞാൻ നേതൃത്വം നൽകി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഉത്തരവാദിയാവില്ല. പറഞ്ഞു തരേണ്ട ബാധ്യത ഉണ്ട്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ പങ്കെടുക്കുക, അല്ലെങ്കിലോ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടില്ലേ, ക്ലാസ്സുകൾക്ക് ഇരിക്കാതെ നേരത്തെ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ടില്ലേ? സുബഹി നഷ്ടപ്പെടുന്നുള്ള നിലക്കും നേരത്തെ പോയി പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും വലിയ ഇതുണ്ടോ വേറെ? അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. അതിൽ അങ്ങനത്തെ വിഷയങ്ങളിലൊന്നും പെട്ടുപോകരുത്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لحي بطنا. അള്ളാഹുവിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, അവരൊക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളാണ്. അവര് പറയാണ് ഇന്നലില്ലാഹി ഇബാദൻ ഫുതന. അള്ളാഹുവിന് ഒരുപാട് അടിമകളുണ്ട്. എങ്ങനത്തെ അടിമകളാണ്? നല്ല ബുദ്ധിയുള്ള അടിമകൾ, നല്ല ബുദ്ധിയുള്ള അടിമകൾ, ബുദ്ധിപൂർണതയുള്ള അടിമകൾ. ബുദ്ധിയുടെ ഉപകാരം എന്താ?
ഒരാൾക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളതിന് വെച്ചാൽ നമ്മൾ പല വിഷയം പറയുന്നത് എനിക്കത് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കില്ലേ, ചോദിക്കലില്ലേ? ആ ചോദ്യം നമ്മൾ ആരോടാ ചോദിക്കുക? നമ്മൾ ചോദിച്ചിട്ടില്ലേ? നമ്മളും പല ചോദ്യങ്ങളെ കേട്ടിട്ടില്ലേ? എന്താ ബുദ്ധിയില്ലേ, ആലോചിച്ച് ചെയ്യണ്ടേ എന്നൊക്കെ പല ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലേ? പലരോടും നമ്മൾ ചോദിച്ചിട്ടില്ലേ? എന്തിനാ അത് ചോദിക്കുന്നത്? നടക്കുന്ന ക്ഷീണത്തില, ബിരിയാണിയുടെ ക്ഷീണത്തില, ഞാൻ നിർത്തുകയാണ്. എന്തിനാ ചോദിക്കുന്നത്? ഏതൊരു വിഷയത്തിലും ആ വിഷയത്തിലെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാതെ വരുമ്പോഴല്ലേ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്, അല്ലേ? ഏതൊരു വിഷയത്തിലും ഇന്ന വിഷയം തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു വിഷയത്തിൽ അതിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കാതെ പൊട്ടത്തരം കാണിക്കുമ്പോഴാണ് ചോദിക്കുന്നത് എന്താ ബുദ്ധിയില്ലേ? ബുദ്ധിയുള്ളവർ എന്താ പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ആലോചിച്ച് അതിൽ ഏറ്റവും ടോപ്പായത് നല്ലത് സെലക്ട് ചെയ്യുന്ന ആളുകളാണ്. അതല്ല ഈ ബുദ്ധിയുടെ ഇത്, അല്ലേ? അവർക്ക് നല്ല ബുദ്ധിയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൻ ചെയ്യുന്ന വിഷയങ്ങളിൽ, അവൻ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് അവൻ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സെലക്ട് ചെയ്തെടുക്കും. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. എന്നാൽ ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും നല്ല ബുദ്ധിയുള്ള അടിമകളുണ്ട്, ഏറ്റവും നല്ല ബുദ്ധിയുള്ള അടിമകൾ. ആ അടിമകളുടെ പ്രത്യേകത എന്താ പറയാ? ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളുകൾ ചെയ്ത പണി എന്താ പറയുക? അവര് ദുനിയാവിനെ ഒഴിവാക്കിയതാണ്, ദുനിയാവിനെ അവര് മാറ്റിവെച്ചു. കാരണം എന്താ? അവർ ദുനിയാവിനൊന്ന് നോക്കാന്ന് പറഞ്ഞ വെറുതെ ഇങ്ങനെ നോക്കിയല്ലെന്നാ, നല്ലോണം ഒന്ന് പരിശോധിച്ചു, പഠന വിധേയമാക്കി. ദുനിയാവിനെ അവർ നല്ലോണം പഠന വിധേയമാക്കി, എല്ലാ മേഖലയിലും റിസർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് ആലിമോ, അവർക്ക് മനസ്സിലായി അന്നഹാ, ഈ ദുനിയാവെന്ന് പറയുന്നത് വെറും കാപ്പട്യമാണ്, വെറും ഡ്യൂപ്ലിക്കേറ്റാണ്, ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുക്കൾ തന്ന് പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. ഇന്നിപ്പോ ഒറിജിനൽ പ്രൊഡക്റ്റിന്റെ അതേ ലേബിളിൽ ഒരുപാട് കോപ്പി ഇറങ്ങുന്ന ഒരുപാട് കോപ്പി ഇറങ്ങുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയണവർക്കേ അറിയാൻ കഴിയും, ബുദ്ധിയുള്ളവർക്കേ കിട്ടും, അല്ലേ? നമ്മളൊക്കെ അതിൽ പെട്ടുപോയ മഹാന്മാരാ. ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് തന്ന് പറ്റിക്കുന്നുണ്ട്. നമ്മൾ അറിയണില്ല, കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് പറ്റിച്ചു നമ്മളാ ഭയെന്ന് പറയാ. എല്ലാ വിഷയത്തിലും ഉണ്ട്. എല്ലാ ബ്രാൻഡ് ഉണ്ടോ അതിനൊക്കെ എന്തുണ്ട്? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയുന്നത് ആർക്ക് മാത്രമാണ്? മറ്റുള്ളവരൊക്കെ ഇതിന്റെ ഈ ആകൃതി, ആ ഒറിജിനാലിറ്റി കാണുമ്പോൾ വേഗം പോയിട്ട് പെടും. പെട്ടിട്ട് എന്ത് ചെയ്യും? നമ്മളാ പുറം ഭാഗേ നോക്കുന്നുള്ളൂ, ദീർഘമായി ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, പഠന വിധേയമാക്കുന്നില്ല. അതിൽ പോയി പെട്ടുപോയി എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ആലോചിക്കുന്നത് കാര്യമുണ്ടോ. എന്നാൽ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു അതേമാതിരിയാണ് ദുനിയാവ്. അത് ആർക്ക് മനസ്സിലായി? ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ അടിമകൾക്ക് മനസ്സിലായി. അവർ ഈ ദുനിയാവിനെ പഠന വിധേയമാക്കിയപ്പോ അവർക്ക് മനസ്സിലായി ഇത് നമ്മളെ പറ്റിക്കുന്ന, ഇത് നമ്മളെ ചതിയിലാക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ വസ്തുവാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവർക്ക് മനസ്സിലാക്കുക ഇത് നമ്മളെ പറ്റിക്കുന്ന വെറും ചതിക്കുഴികളാണ്. ഇത് വെറും നമ്മളെ പറ്റിക്കുന്ന ദുനിയാവ് എന്ന് പറയുന്നത് പലതും കാണിച്ച് നമ്മളെ എന്ത് ചെയ്യണേ? പറ്റിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവര് ചെയ്ത പണി എന്താന്ന് പറഞ്ഞാൽ ജഅലൂഹ, ഈ ദുനിയാവിനെ അവർ സങ്കല്പിച്ചു, അവർ ദുനിയാവിനാക്കി ഒരു വലിയ ആഴക്കടൽ, ഏത് സമയത്തും ചതിയിൽപ്പെടുത്തുന്ന, നമ്മുടെ ജീവൻ ഹനിക്കുന്ന, നമ്മളെ അപായപ്പെടുത്തുന്ന ഒരു കടല് പോലെ ദുനിയാവിനെ അവർ ആക്കി. എന്നിട്ടോ അപായപ്പെടുത്തുന്നതിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളായ കപ്പലുകളായി അമലുകളെ അവർ മാറ്റി. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഴക്കടലിൽ പോയ ഏത് സമയത്ത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടൂലേ എന്നതുപോലെയാണ് ദുനിയാവ്. എവിടെയാ കുഴിയുള്ളത് എന്ന് പറയാൻ പറ്റൂല. എവിടെയാ ഓരോന്ന് കാണുമ്പോൾ നമ്മളങ്ങനെ ആകർഷിപ്പിക്കാൻ, അതൊക്കെയും ചതിയാൻ, അപകടങ്ങളാൻ. പുറം ഭാഗത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയാൻ, ഇല്ലേ? ഈ വള്ളത്തിന്റെ മേൽപ്പരപ്പ് കണ്ടിട്ട് അടിയിലുള്ള വസ്തുക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയോ? അപകടങ്ങൾ അറിയാൻ കഴിയോ? വെള്ളത്തിലൊക്കെ പെടുന്ന ആളുകൾ എന്താ, മേൽപ്പരപ്പിലെല്ലാം തുല്യമാണ്, നല്ല സുന്ദരമാണ്, പക്ഷെ അടിയിൽ വലിയ ചതിക്കുഴികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നീന്തിയിട്ടോ ഒന്നും നടക്കില്ല, പിന്നെ ഒരു കപ്പലോ കാര്യങ്ങളോ വേണം. എന്നാൽ എത്ര അടിയിൽ ചതിക്കുഴികൾ ഉണ്ടെങ്കിലും മേൽപ്പരപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അക്കരെ എത്താൻ കഴിയും.
മഹാന്മാർ ഈ ദുനിയാവിനാക്കിയത് അങ്ങനെ മുഴുവനും ചതിക്കുഴിയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റൂല. എന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കണം. അപ്പുറേതാ? മഹ്ശറയാൻ, ആഖിറമാൻ, സ്വർഗമാൻ. അങ്ങോട്ടപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ദുനിയാവ് എന്ന് പറയുന്ന കടലിലൂടെ സഞ്ചരിച്ചേ മതിയാകൂ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അല്ല, ഉപ്പയുടെ മുതുകിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്കും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്കും സഞ്ചാരത്തിലാണ്. എങ്ങോട്ടുള്ള സഞ്ചാരമാണ്? തറവാട്ടിലേക്കാണ്. ഏതാ തറവാട്? സ്വർഗമാണ്. അതിന്റെ മുമ്പിൽ ഒരുപാട് കടമ്പകളുണ്ട്, അതിന്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പൊ ആ സഞ്ചാരത്തിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സഞ്ചാരം അതുകൊണ്ട് തന്നെ ദുനിയാവില്ലാതെ നമുക്ക് ഒരിക്കലും അപ്പുറത്തേക്ക് കടന്ന ഈ കടല് കടക്കാതെ അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കടല് കടന്നേ മതിയാവും. എന്നാൽ കടലിൽ നമ്മൾ സാഹസം കാണിച്ച് ഇറങ്ങി അങ്ങനെയൊക്കെ നല്ലോണം അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോയാലോ ചതിക്കുഴികളിൽ പെടും, അപകടത്തിൽ പെടും. എന്നാൽ ഇതെങ്ങനെ കടക്കണം? അതിലേക്ക് ഇറങ്ങണ്ട, അതിന്റെ ചതിക്കുഴികളിൽ പെടണ്ട, മേൽപ്പരപ്പിലൂടെ അപ്പുറത്തേക്ക് കടക്കണം. അതിനൊരു കപ്പൽ വേണ്ടേ? ആ കപ്പലാണ് അമലുകൾ. മഹാന്മാര് കണ്ടെത്തിയതാണ്. ആ കപ്പലാണ് അമലുകൾ. ആ കപ്പൽ അമലുകൾ ചെയ്താൽ സ്വാലിഹായ അമലുകളാകുന്ന കപ്പലിൽ കയറി അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി. ബുദ്ധിയുള്ള അടിമകളാണ് ചെയ്യുന്നത്. നമ്മളും പറയില്ലേ, തീരെ പരിചയമില്ലാത്ത ഒരു കുളം അല്ലെങ്കിൽ ഒരു കനാല് അല്ലെങ്കിൽ ഒരു ഇത് ബുദ്ധിയുള്ള ആരെങ്കിലും വലിയ കാലത്ത് അവിടെ പോയി ചാടുവോ? ഇല്ല. നമ്മൾ പറയും എനിക്ക് ബോധമല്ല, എനിക്ക് അറിയണ സ്ഥലമാണോ? അറിയില്ല. അപ്പൊ അതെന്താ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യണ്ട? അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത സാഹചര്യത്തിന് നിൽക്കൂല. കാരണം അത് എവിടെ ചതിക്കുടികളുണ്ട് എന്നറിയില്ല. എന്നതുപോലെയാണ് ദുനിയാവ്. അവരുടെ പഠനത്തിൽ മനസ്സിലായി എല്ലാ ഭാഗത്തിലും നമ്മൾ ഇറങ്ങിയാൽ പിന്നീട് വെട്ടം കയറാൻ പറ്റൂല, ചതിക്കുഴികളിൽ പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ സ്വാലിഹായ അമലുകളെ കൊണ്ടേ അങ്ങോട്ടെത്താൻ പറ്റും. ആ അമലുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നിസ്കാരമാണ്. അപ്പൊ നിസ്കാരം ഒഴിവാക്കിയിട്ട് വേറെ എന്ത് നിങ്ങൾ അമല് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഓർഡർ ഉണ്ടല്ലോ, ഓർഡറിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം കലിമ, ഷഹാദത്ത് കലിമ ക്ലിയർ ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് അവർക്ക് ബാധ്യത എന്താ? നിസ്കാരാണ്. രണ്ടാമത്തേതാ? നിസ്കാരാണ്. അത് ഓർഡർ വെറുതെ പറഞ്ഞതല്ല, എല്ലാത്തിലും പറയുന്നുണ്ട്. വൽഅസ്ർ, സൂറത്തുൽ അസ്റിൽ പറയുന്നുണ്ട്, വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. വിജയിച്ച ആളുകളാരാ? വിശ്വസിക്കുന്ന ഈമാൻ ഉണ്ടാകണം. രണ്ടാമത്തത് ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ അമലുകൾ ചെയ്യുക. അതേതാ? നിസ്കാരാണ്. നിസ്കാരത്തിന് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ളതൊക്കെ ഉള്ളത്. അതാണ് ആദ്യം വിശ്വാസം ക്ലിയർ ആക്കണം, എന്നിട്ട് നിസ്കാരം ക്ലിയർ ആക്കണം. അത് കഴിഞ്ഞിട്ട് ബിൽ ഹഖ്, ബാധ്യതകൾ വീട്ടണം, കടമകളും കടപ്പാടുകളും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ബാക്കിയൊക്കെ ചെയ്തു. നിസ്കാരം എനിക്ക് കാര്യമില്ല. ബാക്കി നല്ല ഈമാനൊക്കെ ഉണ്ട്, വിശ്വാസം ക്ലിയറാണ്, ആളുകളായിട്ടുള്ള ഇടപഴകൽ ക്ലിയറാണ്, എല്ലാം ഓക്കെയാണ്. നിസ്കാരമല്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കണം നിസ്കാരത്തിന്റെ വിഷയങ്ങൾ. അത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുക. കാരണം നമ്മളത് അള്ളാഹിനറിയാൻ ഏറ്റവും നല്ലത് ഏതാ? നിസ്കാരമാണ്. അള്ളാഹുവിനെ അറിയാനും അവന്റെ ആസ്വാദനം കിട്ടാനും ഏറ്റവും നല്ലത്. നമ്മൾ ഈ വിഷയം എവിടുന്ന തുടങ്ങിയത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഞാൻ നിർത്തി, ഉറങ്ങണ്ട. നമ്മൾ ഈ വിഷയം എവിടുന്ന തുടങ്ങിയത് എന്ന് അറിയുന്നുണ്ട്? എവിടുന്നാ നമ്മൾ ഫസ്റ്റ് ദിവസം സ്റ്റാർട്ട് ചെയ്ത ഏതാ? നിസ്കാരമാണ് അല്ലേ? കാരണം നമുക്ക് നിസ്കാരത്തിൽ അള്ളാഹനെ അറിയുന്നില്ല. അതറിയാനുള്ള വഴി തേടിപ്പോ നടക്കുകയാണ് ഇവിടെ. അപ്പോഴല്ലേ ഇവിടെ എത്തിയത് അല്ലേ? നിസ്കാരത്തിൽ ബാഹ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്ത് ഇനി നമ്മൾ ആന്തരികമായി ഖൽബിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമുക്കറിയണമെങ്കിൽ, അതുകൊണ്ടല്ലേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കൊല്ലാൻ വേണ്ടിയിട്ട് കഴുമരത്തിലേക്ക് നടന്നു പോയപ്പോഴും എന്താ ലാസ്റ്റ് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ശത്രുക്കളെ അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താ ഹുബൈബ് തങ്ങൾ പറഞ്ഞത്? ഒരു 2 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ, ഒരു 2 റക്അത്ത്. വേഗം നിസ്കരിച്ച ആള് നിസ്കരിച്ചിട്ട് വേഗം തിരിച്ചു പോയിട്ട് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ടില്ല കേട്ടോ, എൻ്റെ റബ്ബിനോട് നിസ്കരിച്ചിട്ട് എനിക്ക് പൂതി തീർന്നിട്ടില്ല. പക്ഷെ ഞാനും നിസ്കാരം നിൽക്കാൻ നിങ്ങൾ കരുതൂലേ ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്, അത് ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് പൂതി മതിയായിട്ടില്ല. മഹാന്മാരൊക്കെയും അങ്ങനെയാണ്. കാരണം അവര് ആസ്വാദനങ്ങൾ കിട്ടും. നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡല്ലേ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുള്ളൂ. നമുക്ക് ഏറ്റവും ആനന്ദം കിട്ടുന്ന വിഷയത്തിലല്ലേ നമ്മളെപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുള്ളൂ അല്ലേ? ഏറ്റവും നമ്മൾ അനുഭൂതിക്കുന്ന ആനന്ദം നൽകുന്ന വിഷയത്തിലേക്കല്ലേ നമ്മൾ. ആ ആനന്ദം ഇതിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്.
കാരണം അവർ യഥാർത്ഥ അള്ളാഹുവിനെ ആസ്വദിച്ചവരാണ്. അപ്പൊ ആ വഴി തേടി നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു അംശമെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനാ കിട്ടാനുള്ള മാർഗം തന്നെ ചെയ്യണമെങ്കിൽ പിന്നെ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഏതൊരു നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയവുമായിട്ടും ദയവ് ചെയ്ത് നമ്മൾ ബന്ധപ്പെടാതിരിക്കുക. അത് നല്ലോണം ശ്രദ്ധിക്കണം. അതൊന്നും ഒരു കാരണം അള്ളാഹ് അത് കുഴപ്പമില്ല, അള്ളാഹിനോട് പറയാനൊക്കെ നമുക്കിങ്ങനെ തോന്നും. അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു അള്ളാഹിനായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇല്ലേ, ഡയറക്റ്റ് അള്ളാഹിനായിട്ട് ഒരു പറയണത് ഒരു നിലക്കും അല്ല പറയണത് ഒന്നും കാണിക്കാതെ ധിക്കാരം കാണിച്ചിട്ട് പിന്നെയും പറയണ ധിക്കാരം ഞാൻ അള്ളാഹായിട്ട് തീർത്തോളാം. ആ ധിക്കാരത്തിന്റെ വലിപ്പം എത്രയും നോക്കും. അപ്പൊ പിന്നെ നബിതങ്ങൾ ആരായിപ്പോയി, സ്വഹാബത്ത് ആരായിപ്പോയി, നബിതങ്ങൾ പഠിപ്പിച്ച പഠനം എന്തായിപ്പോയി. ഇപ്പൊ നമ്മള് ഉദാഹരണം ഒരു വിഷയം പറയുമ്പോൾ ഗൗരവം അങ്ങനെ പറയാം, ഇത് പഠിപ്പിച്ചെന്ന ആളാരാ, മുത്തുനബിതങ്ങളാണ്. ഇങ്ങനൊക്കെ വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ അതാ നമ്മൾ പറയുന്നത് ഇല്ലേ. അപ്പൊ അങ്ങനെ പോയി നമ്മൾ പറഞ്ഞു നമ്മുടെ ധാരണ എന്താ, അള്ളാനായിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞ മുത്തുനബി ഞങ്ങൾ ആരായിപ്പോയി. അത് ധിക്കാരത്തിന്റെ മറ്റൊരു വേർഷനാണ്. അപ്പൊ അങ്ങനതൊന്നും വേണ്ട. ഈ പറഞ്ഞതല്ലാതെ ഒരു നിലക്കും അള്ളാഹിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് അടുക്കാൻ കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കാൻ, നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഞാനും കൂടി അതിൽ എന്ത് ചെയ്യരുത്, ഉത്തരവാദിയാകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇനി അങ്ങനെ നിസ്കാരവും നമുക്ക് ഇടപെട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്ന പേടിയുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടികളിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ ഞാനടക്കം പങ്കെടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഗൗരവമുള്ളതാണ്. അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ പള്ളിക്ക് വരാഞ്ഞിട്ടാണെങ്കിലും ഖളാക്കാതിരുന്നാൽ മതി, വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ആണ് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ അറിവ്. അതുകൊണ്ട് ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇപ്പം ഞാൻ മദ്രസയിൽ വരുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കലുണ്ട്. ഇപ്പം നമ്മുടെ മദ്രസ ക്ലാസ് ഖുർആൻ ക്ലാസ് അടക്കില്ല, അതിലും സുബഹി നിസ്കരിക്കാത്ത മക്കളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോഴായിരുന്നു വീട്ടുകാരുടെ അവസ്ഥ അതാണ്. പരിശുദ്ധ റമദാനിലെ ഞാൻ ചോദിക്കുന്നത് സുബഹി ആദ്യം വന്നിട്ട് 10 സുബഹി നിസ്കരിക്കാത്തവരായിരിക്കും. അപ്പൊ കാണങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ വിളിച്ചില്ലേ. അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നന്നാക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അള്ളാഹ്. നിന്റെ ത്വാഅത്തിലായി ദീർഘകാല ദീനിയ ഖിദ്മത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അള്ളാഹ്. പരിശുദ്ധ റമദാനാണ്, ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം റഹ്മാനെ. പ്രതികൂലമാക്കല്ല തമ്പുരാനെ, പരീക്ഷണമാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഈ പരിശുദ്ധ റമദാനിൽ നിന്റെ റഹ്മത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും അഅ്തഖ്മിനന്നാർ കൊണ്ടും അനുഗ്രഹിച്ചവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷവും റാഹത്തും സലാമത്തും നൽകണം റഹ്മാൻ. വിഷമങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബൊന്ന് നന്നാക്കണം റഹ്മാനെ. ഈമാനികമായ പ്രഭ നൽകണം അല്ലാഹ്. തഖ്വയും ഇഖ്ലാസും നൽകണം റഹ്മാനെ. നിന്നെ അറിഞ്ഞ ഇബാദത്ത് ചെയ്ത് ധാരാളമായി സൽക്രമങ്ങൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലെ അവശേഷിക്കുന്ന ദിനങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കാനുള്ള എല്ലാവിധ കഴിവും തൗഫീഖും ഈമാനികമായ മനക്കരുത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.